മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത് വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 6:33. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ് ഈ വാക്യം. സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഈ വാക്യം നമുക്ക് നന്നായിട്ടറിയാം, കാണാതെ അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ഈ വാക്യം വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ കടന്നുപോയി. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒന്നിന്റെ കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു വൈദേശികനാണ്, ഞാൻ ആ വ്യക്തിയുടെ പേര് ഓർക്കുന്നില്ല. ആ വ്യക്തി ഒരു ബിസിനസ് ആരംഭിച്ചു വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ ബിസിനസ് ആ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ചു. അത് വലുതായി. എന്നാൽ അതേ സമയം തന്നെ ഇദ്ദേഹം ആ രാജ്യത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറലും കൂടെയായിരുന്നു. ഇത് മാത്രമല്ല, ഇദ്ദേഹം അറിയപ്പെട്ട ഒരു ദൈവസഭ പ്രവർത്തനത്തിൽ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ദൈവസഭയുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറും കൂടെയായിരുന്നു. അപ്പൊ നോക്കുക, ഒരു ബിസിനസ്, ഒരു ഉദ്യോഗം, ഒരു ശുശ്രൂഷ, ഈ 3 കാര്യങ്ങളും പുള്ളി ചെയ്ത് വരികയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു, അങ്ങക്ക് എങ്ങനെയാണ് ഈ 3 കാര്യങ്ങളും ഇങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നതെന്നോ? അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: മുമ്പ് അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ എന്റെ രാജാവിന്റെ മുമ്പിൽ ചെന്ന് എന്റെ പ്രഭാതത്തിലെ ആദ്യ മണിക്കൂറുകൾ ചിലവഴിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കും, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ കാതോർത്തിരിക്കും. ഇതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ദിവസത്തിന്റെ ആരംഭ മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും വചനത്തിന്റെ ധ്യാനത്തിനുമായി ചെലവഴിക്കും. അതുകൊണ്ട് എന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നു എന്നുള്ളത്. നമ്മൾ അനേക ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സമയമില്ല, അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ഒട്ടും സമയമില്ല, കാര്യം ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട്. നമ്മൾ നിശ്ചയമാണ് ഈ വ്യക്തിയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അത് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാര്യം രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെയും അതേസമയം ആ രാജ്യത്തിലുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടും കൂട്ടത്തിൽ ആ ദേശത്ത് വിശാലമായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ദൈവസഭയുടെയും സൺഡേ സ്കൂൾ ഡയറക്ടർ എന്ന 3 ജോലികളും ഒരാള് വിജയകരമായിട്ട് ചെയ്തെടുക്കുവാൻ അയാളെ സഹായിച്ചത് അയാളുടെ ജീവിതത്തില് മുൻഗണനകളെ പ്രയോറിറ്റൈസ് ചെയ്തതാണെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവ മക്കൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്: നമ്മെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. കാരണം അത് ദൈവത്താൽ നമുക്ക് സാധ്യമാക്കി തീർക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ജീവിത അനുഭവങ്ങളും തിരുവെഴുത്തും നമ്മെ വിളിച്ചോർപ്പിക്കുന്നത്. സ്തോത്രം. അനേക ജീവിത സാക്ഷികൾക്ക് കാണുവാൻ കഴിയും. ഈ നിലകളിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് കൊണ്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൃത്യമായ നിലകളിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട സകല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിയുന്ന സാക്ഷികൾ നമുക്ക് ചുറ്റിലുമുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. അതുകൊണ്ട് എക്സ്ക്യൂസ് പറയുവാൻ നമുക്ക് കഴിയത്തില്ല.
നാം വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ അനേക ഭക്തന്മാരെ നമുക്ക് ഈ നിലകളിൽ കാണുവാനായിട്ട് കഴിയും, അല്ലേ? എന്നാൽ ആദ്യം അവരുടെ ജീവിതത്തിൽ അവ ചെയ്യേണ്ടത് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാൻ അവർ തയ്യാറായപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആമേൻ അത് കൃത്യം ഓർഡറിൽ അത് ആമേൻ ചെയ്തെടുക്കവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വ്യക്തമായി പറയും, ഇന്ന് പകക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മുമ്പ് ചെയ്യാനായിട്ട് പരിശീലിക്കണം എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ തയ്യാറായാൽ അതിന് പുറകിലുള്ള സകല കാര്യങ്ങളും അവയെ ക്രമം തെറ്റാതെ കൃത്യമായ നിലകളിൽ അവൻ നമ്മെ കൂടെ ചെയ്തെടുക്കുവാൻ ദൈവം പ്രാപ്തി നൽകി തരുമെന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും, അബ്രഹാം തുടങ്ങിയ ആമേൻ ദൈവദാസന്മാരെ പഠിക്കുമ്പോൾ ദാവീദ്, അബ്രഹാം, ആമേൻ നമ്മുടെ കർത്താവ്, ഇയ്യോബ് തുടങ്ങിയ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ പ്രധാന സമയം അഥവാ ആരംഭ സമയങ്ങൾ അവർ രാജാവിന്റെ കൂടെ ചെലവഴിപ്പാൻ കണ്ടെത്തി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്നുള്ളത്. ഇന്ന് പകക്കാലം ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നുവോ? ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? ജീവിതത്തിൽ ദൈവപ്രസാദകരമായ നിലയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ആമേൻ ടെൻഷനൊക്കെ മാറി ആമേൻ ജീവിതത്തിൽ അവൻ വിഷമതകളില്ലാതെ വണ്ണം, ആകുലതകളില്ലാതെ വണ്ണം ദൈവത്തിൽ സന്തോഷ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകക്കാല കർത്താവിന്റെ ആത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? നാം നമ്മെ ദൈവം ബലമേൽപ്പിച്ച വിഷയങ്ങളെ അതേ ക്രമത്തിൽ ചെയ്തെടുക്കുള്ളതാകുന്ന ഒരു ആർജവവും ഒരു സമർപ്പണവും നമുക്കുണ്ടാകട്ടെ എന്നുള്ളതാണ്. അവന്റെ രാജ്യം അന്വേഷിക്കുക. The first thing, the first. ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക. സ്തോത്രം. അത് രണ്ടാമതാക്കി മാറ്റി വെക്കരുത്. മറ്റെല്ലാം ചെയ്ത ശേഷം ഇത് ചെയ്യാമെന്നുള്ളതല്ല. നിന്റെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആദ്യ മണിക്കൂറുകൾ ദൈവ സന്നിധിയിലേക്ക് ആമേൻ ചെല്ലുവാനും ദൈവ മുഖം നോക്കുവാനും ദൈവ ശബ്ദം കേൾക്കുവാനും ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ഇന്ന് പകൽക്കാലം നിനക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല, നിനക്ക് സംശയങ്ങൾ ഉണ്ടാകത്തില്ല, നിനക്ക് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയും, നിനക്ക് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ടാത്ത വിധത്തിലുള്ളതാകുന്ന തിരുവെഴുത്തിലെ ഉറപ്പുകൾ നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ളതാകുന്ന എല്ലാ ഫോർമുലകളും വേദപുസ്തകത്തിലുണ്ട്. രോഗസൗഖ്യം വേണമോ? അതിന്റെ ഫോർമുല വേദപുസ്തകത്തിലുണ്ട്. അനുഗ്രഹിക്കപ്പെടണമോ? അതിന്റെ സൂത്രവാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണമോ? അതിന്റെ സൂത്രവാക്യം ബൈബിളിനകത്തുണ്ട്. തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെടണമോ? അതിന്റെ സൂത്രവാക്യം വേദപുസ്തകത്തിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിന് വേണ്ടതാകുന്ന, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടതാകുന്ന, ജയത്തിന് വേണ്ടതാകുന്ന സകല ഫോർമുലകളും ആമേൻ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠകരമാണ്, നിധിയാണ് നമ്മുടെ കരത്തിൽ ദൈവം തന്നിരിക്കുന്ന വേദപുസ്തകം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ റീഅറേഞ്ച് ചെയ്യുവാനുള്ള ഒരു തീരുമാനവും സമർപ്പണവും ഉണ്ടാകട്ടെ. Seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും. കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം അവന്റെ മുഖത്തേക്ക്. നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഏറ്റവും പരാജിതം. സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ആമേൻ, എല്ലാ ദിവസവും ആമേൻ സൂര്യോദയം കണ്ടുണരുവാൻ നമ്മൾ പരിശീലിക്കണമെന്നുള്ളത്. നമ്മൾ എന്നാ ഏറ്റവും ഒടുക്കം സൺറൈസ് കണ്ടിട്ടുള്ളത്? നമ്മൾ പലർക്കും അത് ആമേൻ ഏതെങ്കിലും ഒക്കെ ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്ന് കാണേണ്ട വിഷയമാണ് മാറിയിരിക്കുകയാണ്.
നമ്മുടെ വീടിന്റെ മുൻപിൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ സൂര്യോദയം കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വ്യക്തമായി പറയാം, ആമേൻ, പ്രപഞ്ചത്തിലെ സകല ആമേൻ പക്ഷി മൃഗാദികളും പ്രഭാതത്തിൽ ദൈവമുഖം കണ്ടുണർന്ന് ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും കണ്ടവർ തങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ അതിന് തയ്യാറാകാത്ത ഒരേ ഒരു കൂട്ടര് ആരാണെന്ന് അറിയാമോ? ആമേൻ, മനുഷ്യര്. അവർക്കത് പറയുവാൻ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആമേൻ ജോലി ഭാരങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഉറക്കമിളപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് പ്രഭാതത്തിൽ ഉണരാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ. ഞാൻ വ്യക്തമായി പറയാം, നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് നീ പറയാതെ തന്നെ നിന്റെ വീണ്ടെടുപ്പുകാരൻ അറിയാം. So don't ever try to bring any excuses, amen, to Jesus. നമ്മൾ പറയാതെ അറിയാം. ചിലർ പറയുന്നതാണ്, എന്റെ ശീലം ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ശീലങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട്. അതല്ലേ വേദപുസ്തകം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടി എന്നാണ് പറയുന്നത്. അല്ല, ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടി എന്നുള്ളതാ. നീ ക്രിസ്തുവിലാകും മുമ്പ് എന്തായിരുന്നു അതല്ല ഇപ്പോഴുള്ള നീ. ഒരു പുതിയ സൃഷ്ടിയാ. പുതിയ ക്യാരക്ടർ, പുതിയ ശീലങ്ങൾ, പുതിയ രീതികൾ, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ദർശനങ്ങൾ, പുതിയ വഴി, പുതിയ ലക്ഷ്യങ്ങൾ, എല്ലാം പുതിയതാ. സ്തോത്രം. പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കർത്താവ് പുതുതാക്കിയിട്ടും ഈ പുതുതാക്കപ്പെട്ടത് പഴയതാക്കാൻ ഞാനും നിങ്ങളും നമ്മളെ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ താല്പര്യമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 25ഉം 26ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 25ഉം 26ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 23-ാം അധ്യായം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറച്ചിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പ് അവയുടെ അകം വെടിപ്പാക്കുക. സ്തോത്രം. എന്താണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഒന്നാമത്തെ മുൻഗണന എന്നുള്ളത് ആമേൻ, ദ ഇൻസൈഡ് ബിഫോർ ദ ഔട്ട്സൈഡ്. സ്തോത്രം. നമ്മുടെ അകത്തെ ദൈവസന്നിധിയിൽ ശുദ്ധമാക്കുവാൻ നമ്മൾ ആമേൻ മുൻഗണനകൾ കാണണം. നമ്മൾ പുറം വെടിപ്പാക്കുവാൻ ഒരുപാട് തത്രപ്പെടും, അല്ലേ? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ മോടികളെ വർദ്ധിപ്പിക്കുവാനുള്ളതാകുന്ന ഒരുപാട് ക്രിയകൾ വേദപുസ്തകം പറയുക. ഇതൊക്കെ ചെയ്യും മുമ്പേ നാം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ദൈവസന്നിധിയിൽ അവൻ നേരോട് നീതിയോട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം പ്രാപിച്ചവനായിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ, അകത്തെ വെടിപ്പാക്കുവാൻ പഠിക്കുക. സ്തോത്രം. എന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാനും ഇങ്ങനെയായി തീർന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യവസ്ഥയുമില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ പറയുന്നത്, എന്റെ കൂട്ടുകാരൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി തീർന്നത് എന്ന് പറയാൻ നമുക്ക് ഒരു വ്യവസ്ഥയുമില്ല. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ യബ്ബേസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
അവൻ വ്യസനപുത്രൻ എന്ന പേര് വിളിക്കപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രാരംഭ നിമിഷങ്ങൾ തുടങ്ങി തന്റെ ഭവനത്തിൽ വേദനയോടും വ്യസനത്തോടും കൂടെ ജീവിച്ചു വന്ന അവൻ ആ പൈതൽ, ഹല്ലേലൂയ, അവൻ കാലങ്ങൾ പിന്നിട്ട് കടന്നുപോയപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും പ്രാർത്ഥനയും ആഗ്രഹവും എന്താണെന്നുള്ളത് അവൻ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മെ വിളിച്ചോർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. വേദനയോട് അവൻ തനിക്ക് ജന്മം കൊടുത്തത് കൊണ്ട് തന്റെ അമ്മ തന്നെ വിളിച്ച പേര് യബ്ബേസ്, വ്യസനപുത്രൻ എന്ന അർത്ഥമുള്ള യബ്ബേസ് എന്ന. ഓരോ തവണയും ഈ പേര് മകൻ വിളിക്കപ്പെടുമ്പോൾ മകന് ഒരു വലിയ വേദന. എപ്പോഴും അവൻ പറയും, മോനെ നിന്നെ പ്രസവിക്കുവാൻ എടുത്ത കഷ്ടപ്പാട് എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞവരെ പലപ്പോഴും അവൻ ഹൃദയം വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുമ്പോൾ ഈ കുത്തി നോവിക്കപ്പെടുന്ന ആ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും. പക്ഷേ ആ സാഹചര്യം ഒന്നും അവന്റെ ലക്ഷ്യങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ തടസ്സം നിന്നില്ല. അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അതിനേക്കാൾ ഉപരിയായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അവൻ തന്നെ ഏൽപ്പിക്കുവാനായവൻ ഇടയായിട്ട് തീരുകയാണ്. സ്തോത്രം. തന്റെ സാഹചര്യം താരൊരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നത്, എന്റെ സാഹചര്യമാ എന്നെ ഇങ്ങനെ ആക്കുന്ന അല്ല. കേട്ടോ സ്തോത്രം. ഞാനും നിങ്ങളും ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുവാൻ തയ്യാറായാൽ അത് നിശ്ചയമായിട്ടും ആമേൻ അത് നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നത് തർക്കം ഏതുമില്ല. നമ്മൾ തീരുമാനിക്കണം. നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം ആവശ്യമാണ്. അതൊരു ക്യാരക്ടർ ഏറ്റവും ആവശ്യമാണ്. നമുക്കൊരു നല്ല സ്വഭാവം വേണം. അതുണ്ടെങ്കിൽ അത് സാധിക്കത്തുള്ള കാര്യം, ഞാൻ ദൈവത്തിൻ്റെതാണെന്നും അവരെ രക്തത്തിന് വിലയാണ് എന്റെ ആയുസ്സും ജീവനമെന്നും അവരില്ലെങ്കിൽ ഞാനില്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് എന്റെ നിത്യതയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ എന്റെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ളതാകുന്ന ഒരു ബോധ്യം എനിക്ക് ലഭിക്കുകയും ക്രമീകരിക്കുവാൻ തയ്യാറാകുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെയൊക്കെ ആ ലോകത്തിൽ മഹാന്മാരുണ്ടായിട്ടുള്ളത്, ശ്രേഷ്ഠന്മാരായി ഉണ്ടായിട്ടുള്ളത്, വിശുദ്ധന്മാരുണ്ടായിട്ടുള്ളത്. ഇന്ന് പല കാലം സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് എന്റെ സാഹചര്യം എങ്ങനെ തോൽവിയാക്കി മാറ്റിയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായി പറയാം, ഇന്ന് കർത്താവിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നത്, നിന്റെ അകത്തൊരു മാറ്റം വരണം. നിന്റെ അകത്തെ മനുഷ്യർ ശക്തിയോടുകൂടെ ബലപ്പെടുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടത് ഒരു പുതിയ ജനനമാണ്. കേട്ടോ, ഒരു പുതുജനനമാണ്. സ്തോത്രം. ഞാൻ വായിക്കുന്നത് എങ്ങനെയാ? What a man need is a new birth, not another bath. ഇനിയൊരു കുളിയല്ല, ഒരു പുതിയ ജനനമാണ് വേണ്ടത്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കണം. ഒരു തുടക്കം നമുക്കുണ്ടാകണം. നമ്മുടെ അകത്തിന് പരിവർത്തനം സംഭവിക്കണം. അകത്തെ മനുഷ്യന് മാറ്റം ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, ആ നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർത്താവിനൊരു ദർശനമുണ്ട്, ഒരു സ്വപ്നമുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ. സ്തോത്രം. നമുക്കറിയാമല്ലേ, ഏദൻ തോട്ടത്തിൽ എന്ത് പ്രശ്നമുണ്ടായിരുന്നത്? എല്ലാം അനുകൂലമല്ലായിരുന്നു. തിന്മയായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം എല്ലാ വൈകുന്നേരങ്ങളിലും ഇവരെ കാണാൻ വരും, കൂട്ടായ്മ ആദരിക്കപ്പെടും, കൂടെ പാർത്തു. ആ തോട്ടത്തെ കാവൽ ചെയ്യുവാനും പണി ചെയ്യുവാനുമാണ് അവരെ ഏൽപ്പിച്ചത്. സ്തോത്രം. പക്ഷെ എന്താ സംഭവിച്ചത്? സാഹചര്യത്തെ കുറ്റം പറഞ്ഞു. എന്റെ അരികിലേക്ക് ഒരുവൻ കടന്നു വന്നു, അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് ഞാനങ്ങ് വിശ്വസിച്ചു, ഞാൻ നിന്നെ ഒന്ന് മറന്നു. ഇതാ അവിടെ പറ്റിയ വലിയ അബദ്ധം എന്നുള്ളത്. സ്തോത്രം. അതുകൊണ്ട് സാഹചര്യം കൊണ്ട് നാം തോറ്റുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദൈവസന്നിധി വ്യാജമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം മാറ്റം നമ്മുടെ അകത്ത് ആരംഭിക്കട്ടെ.
ബൈബിൾ വ്യക്തമായി പറയും, വക്രനോട് ദൈവം വക്രമായി തന്നെയാണ് ഇടപെടുന്നത്. ശുദ്ധ ഹൃദയമുള്ളവർ ദൈവം ആദരിക്കും. നമ്മുടെ അകത്തൊരു പരിവർത്തനം ഉണ്ടാകട്ടെ. സ്തോത്രം. പുറമൊക്കെ വെടിപ്പാക്കിയത് മതി, പുറം മോടി കൂട്ടിയത് മതി, പുറം ഭംഗിയാക്കിയതൊക്കെ മതി. ഇതുകൊണ്ടൊന്നും നിത്യതയിൽ പോകുവാൻ കഴിയത്തില്ല. നിത്യതയിലേക്ക് പോകുവാൻ കഴിയണമെങ്കിൽ അത് പ്രയോറിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാകണം. അകമേയുള്ളവന് വിശുദ്ധിയിലേക്ക്, മേൽക്കുമേൽ ദൈവ സ്വരൂപത്തിലേക്ക്, മേൽക്കുമേൽ ദൈവിക ഛായയിലേക്ക്, മേൽക്കുമേൽ അവനെ പോലെ ആയിത്തീരുന്നതാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രയോറിറ്റി എന്നുള്ളത് നിന്റെ അകത്ത് ആണ് മാറ്റം സംഭവിക്കുന്നത്, പുറത്തല്ല. നീ ഒത്തിരി പുഷ്ടിയൊന്നും പ്രാപിച്ചില്ലെങ്കിലും, ഒത്തിരി ഒന്നും പണം സമ്പാദിക്കാൻ കഴിയുന്നില്ലെങ്കിലും, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ചക്രായിട്ട് ഒരു പ്രസംഗകനായിട്ടെങ്കിലും നിന്റെ അകത്തെ മനുഷ്യൻ ദൈവസന്നിധിയിൽ അവൻ നീതിയോടും വിശുദ്ധിയോടും അശുദ്ധികളെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവപ്രസാദത്തിന് യോഗ്യമാം വണ്ണം അവൻ പ്രയോറിറ്റികളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ ഞാൻ വ്യക്തമായി പറയാം, അതോടുകൂടെ ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ട്രാക്ക് കൃത്യമായാലാണ് ആ ട്രാക്കിൽ കൂടെ വാഹനം ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകത്തുള്ളൂ. വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിക്ക് ഒരുപക്ഷെ മേൽപ്പരപ്പിലുള്ള അതിന്റെ ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് കോട്ടമൊന്നും ഇല്ലെങ്കിലും അകത്തുള്ള കമ്പി അകന്നിരുന്നാൽ അവ വൈദ്യുതി പാസ് ചെയ്യത്തില്ല. ഇതുപോലെ അകത്തുള്ള പൊട്ടലുകളാണ് കൂടി വരേണ്ടത്. അതിന് മാറ്റം സംഭവിച്ചാൽ വ്യത്യാസമൊക്കെ വരുമെന്നേ ഞാൻ അതുകൊണ്ട് വ്യക്തമായി പറയാം. ഒന്നാമത്തേത്, അകമേയുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ആദ്യം ദൈവസന്നിധിയിൽ അവൻ നീതിയോടുകൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എന്താണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നാം ഒന്ന് പരിശോധിക്കുവാൻ തയ്യാറാകണം. എന്താ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അത് ലഭ്യമാകുവാൻ, അത് നൽകിത്തരാൻ കർത്താവ് വിശ്വസ്തനാ. പക്ഷേ ഒരു ക്രമത്തിലുള്ള ഒരു പ്രശ്നം ആ വിഷയം ഉണ്ടാക്കുന്നത്. ഒരു വാക്യോടെ വായിച്ചാട്ടെ. മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 1 മുതൽ 5 വരെ നമുക്ക് വീണ്ടും ഒന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആമേൻ 1 മുതൽ 5 വരെ വായിക്കാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്തു? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കുക നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയണമെന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. സ്തോത്രം. ആമേ. പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് ഹല്ലേലൂയ ആമേ കോൽ എടുത്ത് കളയും, കരട് എടുത്ത് കളയുവാണെങ്കിൽ വെടിപ്പായി കാണുമെന്നുള്ളത്. സ്തോത്രം. അല്ലേ? എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? പ്യൂരിറ്റി ബിഫോർ മിനിസ്ട്രി. സ്തോത്രം. ശുശ്രൂഷയൊക്കെ ചെയ്തോ, വേലയൊക്കെ ചെയ്തോ, നല്ല കാര്യം. പക്ഷെ ഹൃദയവിശുദ്ധി ഉണ്ടാകണം. ദിവസം പറയാ സ്വന്തം ജീവിതമാകെ താറുമാറായി കിടക്കുകയാ, താളം തെറ്റി കിടക്കുകയാ, യാതൊരു ക്രമവുമില്ല, യാതൊരു മാതൃകയുമില്ല. എന്നിട്ട് മറ്റുള്ളവരെ ക്രമീകരിക്കുവാൻ നടക്കുകയാ, സ്വതന്ത്രം ശരിയാക്കാൻ നടക്കുകയാ. ഞാൻ വ്യക്തമായി പറയാം, ഇത് പകക്കാലം എന്റെ നിന്റെ ജീവിതത്തിൽ വേണ്ടത് ആമേ ക്രമമുള്ള ഒരു ജീവിതമാണ്. ക്രമമുള്ളത് അതാണ് ആദ്യം വേണ്ടത്. ഡിസിപ്ലിൻഡ്. വി നീഡ് ടു ബി ഡിസിപ്ലിൻഡ് ബിഫോർ വി ഡിസിപ്ലിൻ അതേഴ്സ്. സ്വതന്ത്രം അല്ലേ? ഞാൻ എന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ അച്ചടക്കമുള്ളതാക്കിയില്ലെങ്കിൽ, ക്രമമുള്ളതാക്കിയില്ലെങ്കിൽ എനിക്ക് ഒരുത്തനെയും അങ്ങനെ ആക്കാൻ കഴിയത്തില്ല.
ഇന്ന് പകക്കാലം തിരിച്ചറിയണം കേട്ടോ. ഇവിടെ ഈ വേദപുസ്തകത്തിൽ യേശു കർത്താവിന്റെ ആമേൻ പ്രസംഗം പറയുകയാണ്, ആദ്യം സ്വന്തം കണ്ണിലെ കോല് എടുത്ത് കള. നിന്റെ ജീവിതത്തിന്റെ ക്രമരാഹിത്യം, അച്ചടക്കരാഹിത്യം, ജീവിതത്തിലുള്ള മുൻഗണനകളെ ഒന്നുകൂടെ ഒന്ന് ക്രമീകരിക്കുവാനാ വേദപുസ്തകം നമ്മോട് ഇന്ന് പകക്കാലം വിളിച്ചു പറയുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവനായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകക്കാലം അതൊക്കെ മാറി കർത്താവിനെ യഥാവിധി സേവിക്കുവാൻ യോഗ്യന്മാരാകണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. ഒരിക്കൽ ഈ പരീക്ഷ പ്രമാണികൾ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളായിട്ട് കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തുകയാണ്. എന്നിട്ട് ചോദ്യം എങ്ങനെയാണ്, ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ വിധിക്കേണ്ടതെന്ന്. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവരെല്ലാം കല്ല് എറിയാൻ മടിച്ചിട്ട് മനസാക്ഷിയുടെ കുത്തുനിമിത്തം അവർ പിന്മാറിപ്പോയപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. ഇനി അത്രേ പറഞ്ഞുള്ളൂ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ആ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, ന്യായവിധിക്ക് പരിപൂർണ അധികാരമുള്ളവൻ പറയുക, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ലെന്ന്. ശിക്ഷിക്കാൻ അധികാരമുള്ളവൻ പറയുക, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ലെന്ന്. മരണത്തിന്റെയും പാതാള അധികാരം കൈവശമുള്ളവൻ പറയുക, ഞാൻ നിന്നെ വധിക്കുവാൻ താല്പര്യപ്പെടുന്നില്ലെന്ന്. നീ പാപം ചെയ്യാതെ എന്നാ മതി, അതിൽ തുടരല്ലേ. സ്തോത്രം, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. സ്തോത്രം, ഇത് പകക്കാലം നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാനുള്ള അധികാരം ഉണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ. യേശുവിന് അധികാരം ഉണ്ടായിട്ടത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് അധികാരമില്ലേലും നമ്മൾ വിധിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. സ്തോത്രം, നമ്മളെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്ത് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒരു ദാക്ഷിണ്യം നമുക്കില്ല. എന്നാൽ ഇന്ന് പകക്കാലം ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അല്പം ബലഹീനനായ വിശ്വാസിയെ സ്നേഹത്തോടുകൂടെ തർജ്ജനം ചെയ്ത് അവനെ മടക്കി വരുത്തുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാനും, നമുക്ക് ഒരുമിച്ചുള്ള ഈ സിയോൻ യാത്രയിൽ ഒരുമിച്ച് പോകുവാനും അവനെ പ്രാപ്തനാക്കുവാനാണ് എനിക്ക് നിനക്കുമുള്ള വിളിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രമമൊന്ന് ജീവിതത്തെ പകർത്തുവാൻ ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ അനേകരെ രക്ഷിക്കുവാൻ കാണാമായി തീരും. ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണോ? കടലും കരയും കടന്ന് ഒരുവനെ ചേർത്ത ശേഷം അവനെ പിന്നെ ഇരട്ടി നരകത്തിന് യോഗ്യനാക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. നിസാരമായ കാര്യങ്ങൾ ഇന്ന് പകക്കാലം നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നേരുള്ളതാണോ എന്ന് പരിശോധിക്കുക. മറ്റൊരുവരെ ന്യായം വിധിക്കുവാൻ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കുക. അന്യനെ വിധിക്കണ നീ അതേ വാക്കിനാൽ വിധിക്കപ്പെടുമെന്നുള്ളത് തിരിച്ചറിയുക. ഇന്ന് പകക്കാലം നമുക്ക് വേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം, കർത്താവേ, എന്റെ ജീവിതമാണ് പലതരം തടസ്സമെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് എന്നെ ഒന്ന് ക്രമീകരിക്കുവാൻ, എന്നെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. അതാണോ സംഭവിക്കുന്നത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേൾപ്പാൻ വേഗതയും പറവാൻ നമ്മൾ എന്തോ ചെയ്യണം? അല്പം കാത്തിരിക്കണം. വായ്, നാവ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനുള്ള വാളായിട്ട് മാറരുത്. മറ്റുള്ളവരെ കൊല്ലുവാനുള്ള വാളായിട്ട് മാറരുത്. ഒരു വിശുദ്ധൻ മറ്റുള്ളവരെ വിധിക്കുവാൻ തയ്യാറാകരുത്. അതിനുവേണ്ടി മുമ്പോട്ട് പോകരുത്. ഇന്ന് പകക്കെ നമുക്ക് വേണ്ടത് നമ്മുടെ മുൻഗണനകളെ ഒന്ന് തിരുത്തുക എന്നതാണ്. എന്താണ് നമ്മുടെ മുൻഗണന? അത് തിരിച്ചറിഞ്ഞേച്ച് ക്രമീകരിക്കുവാൻ തയ്യാറായാൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, അനേകർക്ക് അനുഗ്രഹമായി.
ഞാൻ വാക്കുകൾ ചോദിക്കുമ്പോൾ താല്പര്യപ്പെടുക. എനിക്ക് ഇനിയും ഒരുപാട് കാര്യം പറയുവാനുണ്ട്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ദൈവമക്കളുടെ കാര്യം അറിയേണ്ടതുണ്ട്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഇടയായാൽ ഇതൊക്കെയും നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തം ഇതുവരെ തീർന്നു പോയിട്ടില്ല. അവൻ നീതിയോടെ നമ്മൾ നടന്നുവാൻ മതിയാകുന്നൊരു കർത്താവ്. ഇന്ന് പകൽക്കാലം ആ കർത്താവിന് മുമ്പാകെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമുക്കൊന്ന് നമ്മെ വിട്ടുകൊടുക്കാം. അത് എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇൻസൈഡ് ബിഫോർ ഔട്ട്സൈഡ്. എൻ്റെ അകത്തെ മനുഷ്യൻ പുറമേ ഉള്ളവനും എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി. രണ്ടാമത്തേത്, പ്യൂരിറ്റി ബിഫോർ മിനിസ്ട്രി. എൻ്റെ വിശുദ്ധിയാണ് എൻ്റെ ശുശ്രൂഷയേക്കാൾ മുൻപ് ദൈവസന്നിധിയിൽ ആമേൻ ശ്രദ്ധിക്കണം. ഇത് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കാം. ദൈവസന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് മുമ്പാകെ നമുക്കൊന്ന് അടുത്ത് വരാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് വളരെ വ്യക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ ഏത് നിലയിലുള്ളതാണ്? ഹല്ലേലൂയ. എൻ്റെ മുൻഗണനകൾ എന്തൊക്കെയാണ്? എൻ്റെ ജീവിതത്തിൻ്റെ ആമേൻ പ്രയോറിറ്റികൾ എന്തൊക്കെയാണ്? അത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക്